കേരളത്തിൽ നടപ്പാക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശുദ്ധ കോവാളിത്തരമാണ്. പൗരത്വം കൊടുക്കാതിരി കഴിക്കുന്നത് യൂണിയൻ ഗവൺമെൻറ്റാണ്. അത് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട കാര്യമാണ്. കേരള ഗവൺമെൻറ് പ്രമേയം പാസ്സാക്കാത്തല്ലാണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നതോടെ പിണറായി മൂട്ടിൽ തീ പിടിച്ചതുപോലെ ഓടുകയാണ്. എന്താണ് സംഭവമെന്ന് മനസ്സിലാകുന്നില്ല. പിണറായി ഹാലിളകിയിരിക്കുകയാണ്. അതായത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നാണ് പിണറായി പറയുന്നത്. പക്ഷേ പിണറായി മാത്രം വിചാരിച്ചാൽ അത് നടപ്പിലാകാതിരിക്കുമോ എന്നാണ് മറുചോദ്യം. പിണറായി പറയുന്നതൊക്കെ അന്തംഗമ്മികൾ വിശ്വസിക്കും, പക്ഷേ ബുദ്ധിയുള്ളവർക്ക് അത് പറ്റില്ല. മുഖ്യൻ പറയുന്നത് പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നതോടെ പ്രതിഷേധം ഉയരുന്നുണ്ട്. പൗരത്വ നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നാണ് പിണറായി പറയുന്നത്. സംഘപരിവാറിന്റെ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണിതെന്നും ഈ വർഗീയ വിഭജന നിയമത്തെ കേരളം ഒന്നിച്ചെതിർക്കുമെന്നും പിണറായി പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് മുൻനിർത്തി പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ അസ്വസ്ഥമാക്കാനുള്ളതാണത്രേ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പാണ് ആഭ്യന്തര മന്ത്രാലയം പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് ജനങ്ങളെ വിഭജിക്കാനും വർഗീയ വികാരം കുത്തിയിളക്കാനും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ കാറ്റിൽ പറത്താനുള്ളതുമാണത്രേ. തുല്യ അവകാശങ്ങളുള്ള ഇന്ത്യൻ പൗരന്മാരെ പല തട്ടുകളാക്കാനുള്ള ഈ നീക്കം ഒറ്റക്കെട്ടായി എതിർക്കണം. സംഘപരിവാറിന്റെ ഹിന്ദുത്വ വർഗീയ അജണ്ടയുടെ ഭാഗമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 അതിനു മുൻപോ ഇന്ത്യയിലേക്ക് കുടിയേറിയ മുസ്ലിം ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുകയും ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രം പൗരത്വം നിഷേധിക്കുകയും ചെയ്യുന്നത് ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ്. മതാടിസ്ഥാനത്തിൽ ഇന്ത്യൻ പൗരത്വത്തെ നിർവചിക്കുകയാണ്. ഇത് മാനവികതയോടും രാജ്യത്തിന്റെ പാരമ്പര്യത്തോടും ജനങ്ങളോടുമുള്ള തുറന്ന വെല്ലുവിളിയാണ്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളത്തിൻ്റെതാണ്. സംസ്ഥാനത്ത് NPR നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ച സർക്കാരാണ് കേരളത്തിലേത്. എന്തായാലും പിണറായിയുടെ ഈ നടക്കാത്ത സ്വപ്നം കുറെ വോട്ട് പിടിക്കാൻ കാരണമാകും എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അതായത് കുറേ പേരെ ഈ കാരണം പറഞ്ഞുകൊണ്ട് കയ്യിലെടുക്കുക. പക്ഷേ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുപ്പിന് മുൻപ്, അതായത് അവർ അധികാരത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു CAA നടപ്പിലാക്കും എന്നുള്ളത്. അതവർ കൃത്യമായി നടപ്പിലാക്കി. അതായത് പിണറായിയെ പോലെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ ജനങ്ങളെ ദ്രോഹിക്കുന്ന സർക്കാർ അല്ല കേന്ദ്രത്തിലിരിക്കുന്നത്. അവർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കും. അത് കാശ്മീരിലൂടെ നമ്മൾ കണ്ടതാണ് എന്ന് മനസ്സിലാക്കിയാൽ നന്ന്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പിണറായി പറഞ്ഞ കാര്യങ്ങളൊന്നും നിലനിൽക്കില്ല എന്നുള്ളത് അഡ്വക്കേറ്റ് ജയശങ്കർ കൃത്യമായി പറയുന്നുണ്ട്. ജയശങ്കറിന്റെ വാക്കുകളിലേക്ക്. കേരളത്തിൽ നടപ്പാക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശുദ്ധ കോവാളിത്തരമാണ്. പൗരത്വം കൊടുക്കാതിരി കഴിക്കുന്നത് യൂണിയൻ ഗവൺമെൻറ്റാണ്. അത് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട കാര്യമാണ്. കേരള ഗവൺമെൻറ് പ്രമേയം പാസ്സാക്കാത്തല്ലാണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? അത് അമേരിക്ക വിയറ്റ്നാം യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞ് നെടുമ്പാശ്ശേരി ഹൈസ്കൂൾ പാർലമെൻറ്റ് പാസ്സാക്കിയ പോലെയാണ്, പ്രമേയം പാസ്സാക്കിയ പോലെയാണ്. അങ്ങനെ പ്രമേയം പാസ്സാക്കാം. നെടുമ്പാശ്ശേരി ഹൈസ്കൂൾ പാർലമെൻറ്റിന് പ്രമേയം പാസ്സാക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ പ്രസിഡന്റ് നിക്സൺ കൂടി തോന്നിയാൽ മാത്രമേ അമേരിക്കൻ സൈന്യത്തെ വിയറ്റ്നാമിൽ നിന്നോ മറ്റെവിടെന്നെങ്കിലും പിൻവലിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. എന്നാലും ഞങ്ങൾ പ്രമേയം പാസ്സാക്കി, അത് വേറെ കാര്യമാണ്. അതുപോലെ കേരള ഗവൺമെൻറ് പ്രമേയം പാസ്സാക്കിക്കൊണ്ട് പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാതിരിക്കൊന്നുമില്ല. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് നടപ്പാക്കുന്നത്. മാത്രമല്ല പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഏതെങ്കിലും ആളുകൾ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടോ? രാഷ്ട്രീയ അഭയം തേടി വന്നിട്ടില്ലല്ലോ. വന്നാൽ തന്നെ പൗരത്വം കൊടുക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ് അല്ലേ, കേരള ഗവൺമെൻറ് അല്ലല്ലോ. അപ്പോൾ അതിനൊന്നും യാതൊരു കഥയില്ല. പിന്നെ ആളുകളെ ഇളക്കാനും ഈ സാമുദായിക ധ്രുവീകരണം നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മളും രൂക്ഷമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം വിചാരിച്ചാൽ മതി.